ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആപ്പിൾ ഐഫോൺ 16 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആപ്പിൾ ഐഫോൺ 16ന്റെ ഒരു അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമ്മൾ ആദ്യം ബോക്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. അപ്പം ചാർജറും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത് ടീൽ എന്നുള്ള ഒരു കളർ വേരിയന്റ് ആണ്. പിന്നെ 128 GB ഇന്റേണൽ വെർഷൻ ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഏത് വെർഷൻ മേടിക്കണം എന്ന് വെച്ചാൽ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം എൻ്റെ കേസിൽ ഞാൻ അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കുന്ന ആളല്ല, അതുകൊണ്ട് എനിക്ക് 128 GB ഇന്റേണൽ വെർഷൻ ഓക്കെയാണ്. ചിലപ്പോൾ നിങ്ങൾ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മിനിമം 256 GB ഇന്റേണലൊക്കെ വേണ്ടി വരും, അല്ലെങ്കിൽ 512 GB ഇന്റേണലൊക്കെ വേണ്ടി വരും. എന്തായാലും ഞാൻ എടുത്തിരിക്കുന്നത് 128 GB ഇന്റേണൽ വെർഷൻ ആണ്. അപ്പം എത്രയായി വില എന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ മൈജിയിൽ നിന്നാണ് ഫോൺ എടുത്തത്. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. അവിടെ 75,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കാർഡ് ഓഫേഴ്സും കൂടി യൂസ് ചെയ്തപ്പം 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോൺ കിട്ടിയിട്ടുണ്ട്. അപ്പം പുറത്ത് കാർഡ് ഓഫേഴ്സ് കഴിഞ്ഞിട്ട് 75,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുമ്പോൾ ഇത് എനിക്ക് മൈജിയിൽ നിന്ന് 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഫോൺ അൺബോക്സ് ചെയ്തിട്ട് ബോക്സ് കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ബോക്സിൽ കാര്യമായിട്ടൊന്നും വരുന്നില്ല. ഒന്ന് ഫോണാണ്, പിന്നെ ചാർജിങ് കേബിൾ ഉണ്ട്, അതുപോലെ തന്നെ സിം ഇജക്ടർ ടൂളും ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പം ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ചില ഡോക്യുമെന്റേഷൻസും ഇതിൽ വരുന്നുണ്ട്. ആ ബോക്സിൽ ഇത്ര കാര്യങ്ങളെ വരുന്നുള്ളൂ. എന്തായാലും ബോക്സ് നമുക്ക് മാറ്റി വെച്ചിട്ട് ഫോണിന്റെ കാര്യത്തിലോട്ട് വരാം. ഇപ്പോൾ ഒരു ടീൽ കളർ വേരിയന്റ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇപ്പം ഈ ഒരു കളർ വെർഷൻ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഡിസൈനിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് എവിടെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു ക്യാമറ മോഡ്യൂളിന്റെ ഡിസൈനിലാണ് ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. ഇപ്പം പഴയ ഐഫോൺ 15ന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ക്യാമറ മോഡ്യൂൾ വന്നിട്ടുള്ളത്. ഇപ്പം ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം അതാണ് കാര്യമായിട്ട് ഡിസൈനിൽ വരുന്നത്. പിന്നെ ഗ്ലാസ് ബാക്ക് ബോർഡിങ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പം നമ്മൾ പോർട്സും ബട്ടൺസും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ അൺലോക്ക് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ പുതിയൊരു ബട്ടൺ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ബട്ടനാണ്. അപ്പം ഐഫോൺ 15 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ ഈ ഒരു ബട്ടൺ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഈ ഒരു ബട്ടൺ ഇല്ല. അപ്പം അത് പുതിയൊരു അഡീഷൻ ആണ്. ഇനി ഈ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സിം കാർഡ് ട്രേ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം സിം കാർഡ് എന്ന് പറയുന്നത് സിംഗിൾ സിമ്മാണ് വരുന്നത്. പിന്നെ ഒന്ന് ഇ സിമ്മും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡ്യുവൽ സിം വരുന്നുണ്ട്, പക്ഷെ ഒന്ന് ഇ സിമ്മാണ്. പിന്നെ വോളിയം ഡൗൺ ബട്ടണും വോളിയം അപ്പ് ബട്ടണും വരുന്നുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ആക്ഷൻ ബട്ടൺ ലഭിക്കുന്നുണ്ട്. ഇപ്പം ഐഫോൺ 15ന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സൈലൻസ് ഒക്കെ ചെയ്യാനുള്ള ബട്ടണാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഐഫോൺ 15 പ്രോ വെർഷൻസിലൊക്കെ വന്നിട്ടുള്ള ആക്ഷൻ ബട്ടൺ ഇതിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു 15ൽ നമുക്ക് ജസ്റ്റ് സൈലൻസ് ചെയ്യാനും അതുപോലെ തന്നെ സൈലൻസ് ഒഴിവാക്കാനുള്ള ബട്ടണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിലോട്ട് നമുക്ക് പല ഫംഗ്ഷൻസും അസൈൻ ചെയ്ത് വെക്കാവുന്നതാണ്, ഇൻക്ലൂഡിങ് സൈലൻസ് ബട്ടൺ. ഇനി മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്നും വരുന്നില്ല. ഇനി താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. അപ്പം ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് വരുന്നത്. പഴയ ഐഫോൺസിലേത് പോലെ അല്ല, ഇപ്പൊ നമുക്ക് ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കർ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഒരു സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6.1 ഇഞ്ചിന്റെ ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും വരുന്നത്. ഇപ്പം ഐഫോൺ 15ലും ഇതേ സെയിം ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. സൂപ്പർ റെക്ടിന XDR OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഡോൾബി വിഷന്റെ സപ്പോർട്ട്, HDR10ന്റെ സപ്പോർട്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നെസ് 2000 നിറ്റ്സ് വരെ വരുന്നുണ്ട്. പിന്നെ സെറാമിക് ഷീൽഡ് ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഫോണിന്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. അപ്പം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോൺ ആയിട്ട് കൂടി നമുക്ക് 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. ഇക്കൊല്ലമെങ്കിലും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ഇതിലും 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് തന്നെ വരുന്നുള്ളൂ. അപ്പം ഫ്ലാഗ്ഷിപ്പ് ലെവലിലായിട്ട് കൂടി 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റേ കിട്ടുന്നുള്ളൂ. അപ്പം സ്ക്രോളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആണ് എന്നല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഐഫോൺ 15 ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് അതിലെനിക്ക് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോൺ നമ്മൾ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു, കുറച്ചും കൂടി ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചേനെ. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് 4K HDR വീഡിയോ പ്ലേബാക്കിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിലൊക്കെ അത് നോർമലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 4K HDR വീഡിയോ പ്ലേബാക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം 4K HDRലോട്ട് ഇടുമ്പം സ്റ്റെക്കോ കാര്യങ്ങളോ അതുപോലത്തെ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. നെറ്റ് സ്ലോ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ആവും എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. ഇപ്പം യൂട്യൂബിൽ വീഡിയോസ് പ്ലേ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി ഓഡിയോയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എനിക്കിതിൽ ലഭിച്ചിട്ടുണ്ട്.
അപ്പം ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. താഴെ സ്പീക്കർ വരുന്നുണ്ട്, മുകളിലും സ്പീക്കർ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒരു ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. അപ്പം ഓഡിയോ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ HDR10 സപ്പോർട്ടും ഡോൾബി വിഷന്റെ സപ്പോർട്ടും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലും മികച്ചൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഓഡിയോ വീഡിയോ ക്വാളിറ്റി അത്യാവശ്യം നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മൾട്ടിമീഡിയ കൺസംഷനൊക്കെ അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. പിന്നെ നേരത്തെ ഫിസിക്കൽ ഓവർവ്യൂയുടെ കാര്യത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെയിറ്റും തിക്നെസ്സും ആണ്. അധികം വെയിറ്റ് ഒന്നും ഈ ഫോണിന് വരുന്നില്ല. 170 ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 7.8 mm ആണ്. അപ്പം അധികം വെയിറ്റും തിക്നെസ്സും ഒന്നും വരുന്നില്ല. അത്യാവശ്യം ചെറിയ സ്ക്രീൻ സൈസുമായിട്ട് വരുന്ന ഫോണാണ്. വെയിറ്റും തിക്നെസ്സും ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ ക്യാമറ മോഡ്യൂൾ കുറച്ചൊന്ന് പൊന്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ടേബിൾ മേൽ ഇങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ ഇളകി കളിക്കും. അപ്പം അതൊരു പ്രശ്നമൊന്നുമല്ല, പക്ഷേ നമ്മളിങ്ങനെ ടേബിൾ മേൽ വെക്കുമ്പോൾ ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ A18 Bionic ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം iPhone 15 A16 Bionic ചിപ്പാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ഇത് അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡ് ഒക്കെ തന്നെയാണ്. പിന്നെ അതിലും മികച്ച പെർഫോമൻസ് ലഭിക്കും, ഇതിലും മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ വരുന്നതായിരിക്കും. പിന്നെ ഫൈനൽ റിവ്യൂവിൽ ഗെയിമിംഗ് ഒക്കെ എങ്ങനെയുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നതായിരിക്കും. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ 8 GB RAM ഒക്കെ വരുന്നുണ്ട് എന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ആപ്പിൾ ഇന്റലിജൻസ് എന്നുള്ള ഫീച്ചർ വർക്ക് ചെയ്യാൻ 8 GB RAM വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിൽ 8 GB RAM വരുന്നുണ്ട് എന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇനി സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ iOS 18 സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. അപ്പം iOS 17 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡിഫറൻസ് എവിടേക്കാണ് വന്നത് എന്ന് വെച്ചാൽ ഇപ്പം മുകളിൽ നിന്ന് താഴത്തോട്ട് നമ്മൾ വലിച്ചിടുമ്പോൾ ഇങ്ങനെയാണ് കൺട്രോൾ സെന്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതിന്റെ ഡിസൈനിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ കൺട്രോൾ സെന്ററിൽ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂസിക്കിന്റെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെയും മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ വൈഫൈയുടെയും എയർ ഡ്രോപ്പിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പവർ ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അതുമാത്രമല്ല കുറെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ആപ്പിൾ ഇന്റലിജൻസ് എന്നുള്ള ഫീച്ചർ ഈ ഒരു 18 അപ്ഡേറ്റിൽ എത്തിയിട്ടില്ല. 18.1 അപ്ഡേറ്റ് എത്തുമ്പോൾ ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ വരുന്നതായിരിക്കും. അപ്പം iPhone 15ഉം 16ഉം കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരിക അവിടെ ആയിരിക്കും. ഇതിൽ ആപ്പിൾ ഇന്റലിജൻസ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എന്നാൽ 15ൽ ആപ്പിൾ ഇന്റലിജൻസ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 15 Pro അതുപോലെ തന്നെ Pro Max എന്നീ ഫോണുകളിൽ ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ സോഫ്റ്റ്വെയറായി ലഭിക്കുന്നതായിരിക്കും. പക്ഷെ 15ൽ അത് ലഭിക്കില്ല. പിന്നെ സോഫ്റ്റ്വെയറിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇനീഷ്യലി എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നെ സ്റ്റെക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴും എഡിറ്റിംഗ് ടൈമിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് സ്റ്റെക്കും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു വീഡിയോ സ്റ്റെക്കായിട്ടാണ് പ്ലേ ആവുന്നത്. ഫ്രെയിം റേറ്റ് നല്ലോണം സ്കിപ്പ് ആവുന്നുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രെയിം സ്കിപ്പ് ആവുന്നുണ്ട്. പക്ഷെ ഇതേ സെയിം വീഡിയോ ഒരു ആൻഡ്രോയിഡ് ഫോണിലോട്ട് മാറ്റിയപ്പം അങ്ങനെയല്ല വരുന്നത്. ചില ഭാഗത്ത് മാത്രമാണ് ആ ഒരു ഫ്രെയിം റേറ്റിന്റെ ഇഷ്യൂ വരുന്നത്. ഇവിടെ മാത്രമാണ്. ബാക്കി വീഡിയോ സ്മൂത്ത് ആയിട്ട് പ്ലേ ആവുന്നുണ്ട്. അപ്പം ഈ ഒരു ഐഫോണിനേക്കാളും സ്മൂത്ത് ആയിട്ട് ഈ ഒരു ആൻഡ്രോയിഡിൽ ഈ ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഇത് ഈ ഒരു ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമാറ്റിക് വീഡിയോ ആണ്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയതുപോലെ 48 MP മെയിൻ ക്യാമറ സെൻസറും അതുപോലെ തന്നെ 12 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 12 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇപ്പം iPhone 15 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ എക്സ്ട്രാ ആയിട്ട് വന്നത് എന്ന് ചോദിച്ചാൽ 3D സ്പേഷ്യൽ ഓഡിയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ക്യാമറ എടുത്ത് നോക്കിയാൽ നമുക്ക് സ്പേഷ്യൽ എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഇവിടെ കാണാൻ പറ്റും. പക്ഷെ 15ന്റെ ക്യാമറ ആപ്പ് നമ്മൾ തുറന്ന് നോക്കിയാൽ ഇവിടെ ആ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ക്യാമറ റെസൊല്യൂഷനൊക്കെ സെയിം ആണ് എന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ക്യാമറ സാമ്പിൾസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇപ്പോൾ ഫോട്ടോസിന്റെ കാര്യത്തിൽ ബാക്ക് ക്യാമറയിൽ അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇപ്പം അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഭയങ്കരം ബൂസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലർ ചെയ്യുന്നുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്നല്ല. അപ്പം നന്നായിട്ട് സൂം ചെയ്തൊക്കെ നോക്കുമ്പോൾ ചില ഭാഗത്തൊക്കെ മിസ്സിംഗ് ഉണ്ട്. എന്നാലും അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പം നല്ല ലൈറ്റൊക്കെ ഉള്ള കണ്ടീഷൻസിൽ. പിന്നെ ഈ ഒരു ഫോട്ടോ നമ്മൾ എടുത്തത് ബാക്ക്ഗ്രൗണ്ടിൽ സണ്ണുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ നല്ല ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നുണ്ട്. എന്നിട്ട് പോലും അത്യാവശ്യം കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്തു എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. അപ്പം ഫോട്ടോയിൽ ആ ഒരാളുടെ ഭാഗത്ത് അത്ര ക്ലിയർ അല്ല, എന്നാലും നല്ല ലൈറ്റുള്ള കണ്ടീഷൻസിലാണ് ഈ ഒരു ഫോട്ടോ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പം സൂര്യൻ ബാക്കിൽ നിന്നിട്ടും അത്യാവശ്യം തിരക്കില്ലാതെ മാനേജ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പിന്നെ ബാക്ക് ക്യാമറയിൽ ലോ ലൈറ്റ് കണ്ടീഷൻസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ
ലോ ലൈറ്റ് കണ്ടീഷൻസിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഇമേജസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ രാത്രി ലോ ലൈറ്റ് കണ്ടീഷൻസിൽ എടുത്ത ഫോട്ടോ ആണ്. ഇപ്പം ഡീറ്റെയിൽസ് ഒക്കെ തിരക്കേടില്ലാതെ മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം തിരക്കേടില്ലാതെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നല്ല ഡാർക്ക് ആയിട്ടുള്ള കണ്ടീഷൻസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് നൈറ്റ് മോഡ് കാര്യങ്ങളൊക്കെ ഇത് ലഭിക്കുന്നുണ്ട്. നൈറ്റ് മോഡിൽ ഇട്ട് ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പം ഇതിൽ ഗ്രെയിൻസ് ഒക്കെ നല്ലോണം ഉണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അത്രയും ഡാർക്ക് ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഈ ഒരു ഫോട്ടോ എടുക്കുന്നത്. അപ്പം ആ ഒരു ഡാർക്ക് കണ്ടീഷനിലും നമുക്ക് ഇതുപോലുള്ളൊരു ഫോട്ടോ ഒക്കെ ലഭിക്കുന്നുണ്ട്. നല്ലൊരു കാര്യമൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നൈറ്റ് മോഡ് ഓഫ് ആക്കിയിട്ട് ചെറിയ ലൈറ്റുള്ള കണ്ടീഷനിൽ എടുത്തൊരു ഫോട്ടോ ആണ്. ഇപ്പം ഇത് നൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ടും എടുത്തൊരു ഫോട്ടോ ആണ്. ചേഞ്ചസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെൽഫി ക്യാമറയിലും അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. ഇപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തന്നെ വരുന്നുണ്ട്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വെച്ചിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ കാണിച്ചിട്ടുള്ള ഫോട്ടോസിലൊക്കെ കളേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ കുറച്ച് വീഡിയോസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത് നമ്മൾ iPhone 16 എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ കളേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നാച്ചുറലൊക്കെ ആയിട്ട് തന്നെ കളേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സ്റ്റെബിലൈസേഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് സൺലൈറ്റ് ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന രീതിയിലാണ്. അപ്പം നമ്മൾ ആകാശത്തോട്ടൊക്കെ ഒന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മേഘങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി സൺലൈറ്റ് ഉള്ള ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സൺലൈറ്റിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് നീക്കുമ്പം ഇപ്പം സൂര്യൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ ക്യാപ്ചർ ആയിട്ടുണ്ട്. ഇപ്പം പല ഫോണുകളിലും ഇത് പറ്റ ബ്ലോൺ ഔട്ടായിട്ട് പോകാറുണ്ട്. പക്ഷേ ഇതിലങ്ങനെയല്ല, അത്ര ബ്ലോൺ ഔട്ടായി പോയിട്ടുമില്ല. ചെറിയൊരു ഗ്ലെയർ ഉണ്ട് എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ബാക്കി ഭാഗങ്ങളും അത്യാവശ്യം തിരക്കേടില്ലാതെ മാനേജ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പം വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈവൻ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള കണ്ടീഷൻസിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഡിയോ ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പം 2x സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സൂം ചെയ്യാം. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിലോട്ട് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്വിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് iPhone 16 എടുക്കുന്ന ഒരു സെൽഫി വീഡിയോ ആണ്. ഇപ്പം സെൽഫി വീഡിയോയുടെ കാര്യത്തിൽ കളേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. ഇപ്പം സൺലൈറ്റ് ഓപ്പോസിറ്റിൽ നിന്ന് അടിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ തട്ടുന്ന സൺലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇനി സൂര്യൻ കറക്റ്റ് ബാക്കിൽ വരികയാണ് എന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പലപ്പോഴും പല ഫോണുകളിലും ഇത് കംപ്ലീറ്റ് ബ്ലോൺ ഔട്ടായിട്ട് പോകാറുണ്ട്. പക്ഷേ ഇതിലങ്ങനെ കംപ്ലീറ്റ് ബ്ലോൺ ഔട്ടായി പോയിട്ടൊന്നുമില്ല. തിരക്കില്ലാതെ ഇത് മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല സെൽഫി വീഡിയോയും ഇതിൽ വരുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇത് iPhone 16 എടുക്കുന്ന ഒരു സിനിമാറ്റിക് വീഡിയോ ആണ്. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സെൽഫി ക്യാമറയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പം സൺലൈറ്റ് ഡയറക്റ്റ് എൻ്റെ മുഖത്തോട്ട് അടിക്കുന്ന രീതിയിലാണ് വരുന്നത്. ഇനി സൺലൈറ്റ് ബാക്കിൽ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ബ്ലറിങ്ങിൽ ചെറിയ ഭാഗത്തൊക്കെ ഒരു മിസ്റ്റേക്സ് വരുന്നതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം സൺലൈറ്റ് നേരെ ഇപ്പം സൂര്യൻ നേരെ ബാക്കിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പം നോർമൽ ലൈറ്റിംഗ് കണ്ടീഷൻസിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് സൂര്യനൊക്കെ ബാക്കിൽ വരുമ്പോൾ ബ്ലറിങ് അത്ര പെർഫെക്റ്റ് അല്ല ഇതിൽ വരുന്നത്. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ക്യാമറയിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ വരുന്ന ബട്ടനാണ്. അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സൈഡിൽ വരുന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ ക്യാമറ ഓപ്പൺ ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ ക്ലിക്ക് ആവുന്നതായിരിക്കും. അല്ല, ഇനി നമ്മൾ ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ റെക്കോർഡ് ആവുന്നതായിരിക്കും. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് അത് ലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. ഇനി സൂം ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ഇത് ജസ്റ്റ് ഒരു ബട്ടൺ മാത്രമല്ല, ഒരു പ്രഷർ സെൻസിറ്റീവ് ബട്ടണാണ്. ഇപ്പൊ നേരത്തെ പോലെ നന്നായി ഞെക്കി പിടിക്കുകയാണ് എന്നുണ്ടെങ്കിലാണ് വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവുക. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൽ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സൂം ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഇപ്പം സൂം ചെയ്യൽ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് നീക്കിയാൽ സൂം ഔട്ട് ആവുന്നതായിരിക്കും, ഇങ്ങോട്ട് നീക്കിയാൽ സൂം ഇന്നും ആവുന്നതായിരിക്കും.
ജസ്റ്റ് നമുക്കൊരു പ്രഷർ സെൻസിറ്റീവ് ബട്ടൺ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇതിൽ പതുക്കെ ഞെക്കി പിടിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് സ്വൈപ്പ് ചെയ്താലൊക്കെ മതി, നമുക്ക് സൂം ഇന്നും സൂം ഔട്ടൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ബട്ടൺ നല്ലൊരു അഡീഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലരും ഈ ഒരു ബട്ടൺ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഈ ഒരു ബട്ടണിൽ നമ്മൾ ഞെക്കിയേക്കാം, പക്ഷേ ഫോട്ടോ എടുക്കാനൊക്കെ കൂടുതലായിട്ട് ഇനി പലരും iPhone 16 സീരീസ് മുതൽ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തേക്കാം. എന്തായാലും അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സിമ്മൊക്കെ ഇട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കോൾ ക്വാളിറ്റിയിലൊന്നും ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ 5G യൂസ് ചെയ്ത സമയത്തും വലിയ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വൈഫൈ കണക്ടിവിറ്റിയുടെ കാര്യത്തിലും ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം വൈഫൈ 7 സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 5Gയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ 5G ബാൻഡ്സും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ വലിയ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഇനീഷ്യലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഫേസ് ID എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒരു ഇഷ്യൂസും ഫീൽ ചെയ്തിട്ടില്ല. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ലോ ലൈറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിലും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 3561 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പൊതുവെ ആപ്പിൾ എത്ര mAh ബാറ്ററിയാണ് എന്ന് പറയാറില്ല. ഇപ്പം iPhone 15 അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ബാറ്ററി പെർഫോമൻസ് എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അപ്പം അതിൽ 4nm പ്രോസസ്സറാണ്, എന്നാൽ ഇതിൽ 3nm പ്രോസസ്സറാണ് വരുന്നത്. അത് ബാറ്ററിയുടെ കാര്യം ഒന്നുകൂടി ബെറ്റർ ആക്കേണ്ടതാണ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് 45 വാട്ടിന്റെ ചാർജിങ് സ്പീഡൊക്കെ സപ്പോർട്ട് ചെയ്യും എന്നാണ്. 25 വാട്ടിന്റെ മാക്സ് സേഫ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യും, അതായത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നതായിരിക്കും. ഇപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു ദിവസമൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യങ്ങൾ നമ്മുടെ റിവ്യൂവിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പം ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പം ഇനീഷ്യൽ ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ആസ് യൂഷ്വൽ 80,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ ആപ്പിളിന്റെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷൻ ഇതാണ്. ഇപ്പം 15 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ സ്പേഷ്യൽ റെക്കോർഡിംഗ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു ക്യാമറ ബട്ടൺ സൈഡിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ആക്ഷൻ ബട്ടൺ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ ഇന്റലിജൻസിന്റെ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു ക്യാമറ ബട്ടണും അതുപോലെ തന്നെ ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ 80,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അല്ലെങ്കിൽ 70,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആപ്പിളിന്റെ ഒരു ഫോൺ എടുക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 16 ആയിരിക്കും ഇപ്പം നല്ലൊരു ഓപ്ഷൻ. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.